അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക്. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ. SBIയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. SBIയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ കാലാവധി 3 മാസം. ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ കാലാവധി 3 മാസം. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് രൂപീകൃതമായ വർഷം 1966. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് രൂപീകൃതമായ വർഷം 1966. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് SBI. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് SBI. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ICICI. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ICICI. ലോക ബാങ്ക് നിലവിൽ വന്ന വർഷം 1945. ലോക ബാങ്ക് നിലവിൽ വന്ന വർഷം 1945. RBIയുടെ ആസ്ഥാനം മുംബൈ. RBIയുടെ ആസ്ഥാനം മുംബൈ. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. കേരളത്തിലെ ആദ്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. പാവങ്ങളുടെ ബാങ്കർ മുഹമ്മദ് യൂനൂസ്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനൂസ് ആണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്ന്? 1969 ജൂലൈ 19. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്ന്? 1969 ജൂലൈ 19. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്ന്? 1980 ഓഗസ്റ്റ് 15. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്ന്? 1980 ഓഗസ്റ്റ് 15. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ബാങ്കുകളുടെ എണ്ണം 14. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ബാങ്കുകളുടെ എണ്ണം 14.
₹1 ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പുവയ്ക്കുന്നത് ആര്? റിസർവ് ബാങ്ക് ഗവർണർ. ₹1 ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പുവയ്ക്കുന്നത് ആര്? റിസർവ് ബാങ്ക് ഗവർണർ. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്ന്? 1949 ജനുവരി 1. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്ന്? 1949 ജനുവരി 1. ഇന്ത്യയിൽ ആദ്യമായി ATM നടപ്പിലാക്കിയ ബാങ്ക്? HSBC. ഇന്ത്യയിൽ ആദ്യമായി ATM നടപ്പിലാക്കിയ ബാങ്ക്? HSBC. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിനെ ദേശസാൽക്കരിച്ച വർഷം? 1955. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിനെ ദേശസാൽക്കരിച്ച വർഷം? 1955. RBI സ്ഥാപിതമായ വർഷം? 1935 ഏപ്രിൽ 1. RBI സ്ഥാപിതമായ വർഷം? 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം? എണ്ണപ്പന. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം? എണ്ണപ്പന. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ? CD ദേശ്മുഖ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ? CD ദേശ്മുഖ്. ജനങ്ങളുമായി നേരിട്ട് പണമിടപാട് നടത്താത്ത ബാങ്ക്? റിസർവ് ബാങ്ക്. ജനങ്ങളുമായി നേരിട്ട് പണമിടപാട് നടത്താത്ത ബാങ്ക്? റിസർവ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ വനിതാ സഹകരണ ബാങ്ക് ആരംഭിച്ച സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യ വനിതാ സഹകരണ ബാങ്ക് ആരംഭിച്ച സംസ്ഥാനം? കേരളം. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? റിസർവ് ബാങ്ക്. ബ്രെട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ? ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി. ബ്രെട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ? ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി. അന്താരാഷ്ട്ര നാണയനിധിയുടെ കറൻസി? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കറൻസി? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. 2003 നെടുങ്ങാടി ബാങ്ക് ഏതു ബാങ്കുമായി ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2003 നെടുങ്ങാടി ബാങ്ക് ഏതു ബാങ്കുമായി ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്ക്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ബാങ്ക്? നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ബാങ്ക്? നബാർഡ്. നബാർഡ് രൂപവൽക്കരിച്ച വർഷം? 1982 ജൂലൈ 12. നബാർഡ് രൂപവൽക്കരിച്ച വർഷം? 1982 ജൂലൈ 12. ₹1 നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നത് ആര്? ധനകാര്യമന്ത്രി. ₹1 നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നത് ആര്? ധനകാര്യമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം? 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം? 1949. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു.
തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.